ഹലോ, ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. ഞാൻ ഓർത്ത് നമ്മുടെ വീടും സ്ഥലമൊക്കെ ആദ്യമേ ഒന്ന് കാണിക്കാമെന്ന്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു തോടുണ്ട് കേട്ടോ. പനയമ്പാലത്തോടെന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ്, തോടിൻ്റെ സൈഡിൽ കൂടെ. ഇതിലാണ് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന വഴി. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വീട്. അപ്പം ഈ മുറ്റത്തൊക്കെ കിടക്കുന്ന നമ്മുടെ തോട്ടിൽ നിന്ന് വാരിയ ചരൽ മണ്ണാണ് കേട്ടോ. പിന്നെ ഈ തോടിൻ്റെ സൈഡിലുള്ള വഴി നമുക്ക് കഷ്ടിയായിട്ട് 2 പേർക്ക് നടക്കാൻ പറ്റില്ല, ഒരാൾക്കേ നടക്കാൻ പറ്റുള്ളൂ. 2 പേർക്ക് നടക്കാനായിട്ടുള്ള വഴി ഇല്ല സത്യത്തിൽ നമുക്ക്. പിന്നെ അതുപോലെ ഈ തോട്ടിൽ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര വെള്ളമായിരിക്കും. ആ വെള്ളം കയറുന്ന സമയത്ത് ഈ റോഡിലെല്ലാം വെള്ളം കയറും. എന്നിട്ട് മണ്ണല്ലേ, നമ്മുടെ മണ്ണായതുകൊണ്ട് ഓരോ വെള്ളം പൊങ്ങുമ്പോഴും ഈ വഴി ഇങ്ങനെ ഇടിഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അത് കാരണം ഭയങ്കര കഷ്ടമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ പോലും. നമ്മുടെ വഴി അങ്ങനത്തെ ഒരു വഴിയാണ്. ഒരു മരണമൊക്കെ ഉണ്ടായാൽ പോലും, കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മുടെ ഒരു മരണം ഉണ്ടായിട്ട് പോലും കൊണ്ടുവരാനൊക്കെ പാടായിരുന്നു. നമ്മൾ കുറേ പരാതിയൊക്കെ കൊടുത്തെങ്കിലും ഇതുവരെ ഒന്നും ശരിയായില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം കേട്ടോ. ഇത് അച്ഛനാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പലകയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഇത് ഞങ്ങളുടെ പട്ടി പാറു കേട്ടോ. പാറു എന്നാണ് പേര്. ഇവൾ ഇപ്പം 10-12 ഒരു 13 വയസ്സെങ്കിലും കാണും ഇവൾക്കിപ്പം. ഇത് കയറി താമസത്തിന് എൻ്റെ വല്യമ്മ ഞങ്ങൾക്ക് കൊണ്ടുതന്ന പട്ടിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ മുയലും കുട്ടന്മാരാണ്. അങ്ങനെ നമുക്ക് പട്ടിയുണ്ട്, മുയലുണ്ട്, പിന്നെ തത്തയുണ്ട് കേട്ടോ. തത്തയെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് കോഴിയുണ്ട്. അപ്പം അത്യാവശ്യം മൃഗങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ. വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ഇതാണ് കേട്ടോ. അമ്മയാണ് ഇതിനെയൊക്കെ നോക്കുന്നതും. അമ്മ മാത്രമല്ല, അച്ഛനും അമ്മയും കൂടാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ. ഇതാണ് നമ്മുടെ കോഴികൾ. അപ്പം ഇതുങ്ങളെ ഒന്നും രാവിലെ അഴിച്ചു വിട്ടില്ല. ഇനി രാവിലെ ഇതിനെയൊക്കെ അഴിച്ചു വിടണം. പിന്നെ നമുക്ക് ആടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവൾ മാത്രമേ കൂട്ടിലുള്ളൂ, ബാക്കിയുള്ളവരെ തോട്ടത്തിലേക്ക് വിട്ടിട്ടുണ്ട്. വേറെ ഇനിയും 2 പേരും ഉണ്ട്, അവർക്ക് കുട്ടികളുണ്ട്. 4 കുട്ടികളുണ്ട് മൊത്തം. അതേണ്ട കണ്ടില്ലേ. പിന്നാണെങ്കിൽ ഇത് നമ്മുടെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഈ തോട് കാണുന്നത് കേട്ടോ. ഇത് കണ്ടോ, മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തോട് കാണാൻ പറ്റും. പിന്നെ കുഞ്ഞൊരു വഴിയാണ്. വെള്ളമൊക്കെ പൊങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് കാണാൻ പറ്റുമല്ല. പിന്നെ ഇതാണ് മിന്നു. ഇവളെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു 10-12 വർഷത്തിൽ മേലായി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തത്ത. ഇവളാണെങ്കിൽ ദേഹത്തെല്ലാം കൊത്തി അവളുടെ രോമം എല്ലാം പോയി. അവൾ തന്നെ കുത്തിപ്പറിച്ച്. ഇനി നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കേ, കണ്ടോ. ഇത് കണ്ടില്ലേ, കൊന്നപ്പൂവാണ് നിൽക്കുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ തോടും. പിന്നെ ഈ കാണുന്നത്, ഇപ്പുറത്തെ വശത്ത് കാണുന്നത് റംബുട്ടാനാട്ടോ. കണ്ടില്ലേ, അത് നമ്മുടെ തോടാവും. നീല കളറിലെ ആ നീല കളറിൽ ഇട്ടേക്കുന്നത് ഞങ്ങളുടെ കിണറാണ് കേട്ടോ. ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.